ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മധുരം പങ്കുവച്ചും സമ്മാനങ്ങൾ വിതരണം ചെയ്തും കലാപരിപാടികൾ ആസ്വദിച്ചുമാണ് കുട്ടികൾക്കൊപ്പം കളക്ടർ ആഘോഷത്തിൽ പങ്കുചേർന്നത്. വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഓട്ടിസം സെന്ററുകൾക്കും സ്കൂളുകൾക്കും വീടിനുമപ്പുറം മറ്റൊരു ലോകമില്ലാത്ത നിഷ്കളങ്കരായവരുടെ ആഘോഷത്തിലാണ് കളക്ടറും പങ്കുചേർന്നത്. വർത്തമാനം പറഞ്ഞും ചിരിച്ചും കളിച്ചും മധുരം പങ്കിട്ടും കുട്ടികൾ കഴിയുന്നത്ര ആസ്വദിച്ചു. അന്തിക്കാട് BRC സെന്ററിന് കീഴിലെ 35ലേറെ സ്കൂളുകളിൽ നിന്നും ഓട്ടിസം സെന്ററുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് പുതുവർഷവും ക്രിസ്മസും ആഘോഷിക്കാൻ സിവിൽ സ്റ്റേഷനിലെത്തിയത്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അന്തിക്കാട് എത്താമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചിരുന്നെങ്കിലും കളക്ടറേറ്റിൽ നേരിട്ടെത്തണമെന്നതായിരുന്നു കുട്ടികളുടെ ആഗ്രഹം. ഇങ്ങനൊരു കുട്ടികളുണ്ടാവുമ്പോൾ പാരൻസും കുട്ടികളും ഇങ്ങനെ പബ്ലിക് സ്പേസുകളിൽ അവർക്ക് എന്താ പറയുക പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടുന്ന രീതിയിലുള്ളൊരു അവസ്ഥയാണ് അവർക്ക്. അപ്പോൾ അവർക്ക് പൊതുവിടങ്ങളെ പരിചയപ്പെടുത്താനും അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ വിതരണം ചെയ്തും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും ആഘോഷങ്ങളിൽ പങ്കെടുത്ത കളക്ടർ കുട്ടികളിൽ ഒരാളായി. രക്ഷിതാക്കളും അധ്യാപകരും ഉന്നയിച്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും ഉറപ്പ് നൽകി. കുട്ടികളായിട്ട് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ന്യൂ ഇയറിലോട്ട് കടക്കുമ്പോഴത്തേക്ക് അവരുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരാൻ സാധിച്ചു. കുട്ടികളെല്ലാം ഹാപ്പിയാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ആഗ്രഹങ്ങൾ അവർ പറഞ്ഞു. എന്തെങ്കിലും ആഘോഷം, പ്രത്യേകിച്ച് ഇനി അടുത്ത് പൂരമാണ് വരുന്നത്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാണാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് കുട്ടികളോടും പറഞ്ഞു. 2024 സെപ്റ്റംബറിൽ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് മീറ്റ് യുവർ കളക്ടർ എന്ന പേരിൽ അർജുൻ പാണ്ഡ്യൻ വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടി ആരംഭിച്ചത്. വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച ഇതിനോടകം 60 സംവാദ പരിപാടികൾ പൂർത്തിയാക്കി. ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഇതിനോടകം ഒട്ടേറെ കാര്യങ്ങളും കളക്ടർ നടപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.